നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ 1201 ചിങ്ങമാസം 3-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി, കുജവാരം, ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:39. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 3 മണി മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാത്ത സമയമാകുന്നു രാഹുകാലത്തെ ആ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു. ഈ ഏകാദശി തിഥിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. കറുത്തപക്ഷത്തിലുള്ള ഏകാദശി തിഥി, ഏകാദശി വ്രതമെടുക്കും ഭക്തർ. വളരെയധികം കൃഷ്ണനുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏകാദശി തിഥി. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വൈകുണ്ഠ ഏകാദശിക്കാണ്. കറുത്തപക്ഷത്തിലെ ഏകാദശിയിൽ എല്ലാ മാസവും ആ കറുത്തപക്ഷത്തിലെ ദിനം ഭക്തർ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭജനമിരിക്കും, ഉപവാസമിരിക്കും. ഏകാദശി വ്രതം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് സവിസ്തരം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നാളത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രം ശുഭകാര്യങ്ങൾക്കൊന്നും അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന നക്ഷത്രങ്ങളിൽ പെടുന്ന 7 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാകുന്നു. പക്ഷേ വിദ്യാർപ്പണത്തിന് വിദ്യ ഉപദേശിക്കുവാൻ, ഹരിശ്രീ കുറിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. മറ്റൊരു കാര്യങ്ങൾക്കും തിരുവാതിര നക്ഷത്രം നാം സ്വീകരിക്കാറില്ല. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാളെ ചൊവ്വാഴ്ച തിരുവാതിര നക്ഷത്രം, ഒരു ശുഭകാര്യങ്ങൾക്കും നാളത്തെ ദിനം കണ്ടെത്താതിരിക്കുക. നാളത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം രാഹുവാകയാൽ നിങ്ങൾ രാഹുപ്രീതി ചെയ്യണം. അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ രാഹുകേതുക്കൾക്ക് നവഗ്രഹത്തിൽ അർച്ചന ചെയ്യുക. അല്ലെങ്കിൽ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ട് രാഹുകേതുക്കളുടെ അനുഗ്രഹം വാങ്ങുക. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തയെ. തങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും രാഹുകേതു പ്രീതി അനിവാര്യമാണ്. ഹൈന്ദവ ദേവതകളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു നാഗങ്ങൾ. നമ്മുടെ പഴയ കാലത്തൊക്കെ തന്നെ സർപ്പക്കോട്ടകൾ, സർപ്പസങ്കേതങ്ങൾ എല്ലാം തന്നെ അത് സംരക്ഷിക്കുന്നു ഇപ്പോഴും ഒരു വലിയ വിഭാഗം ജനങ്ങൾ. പല സ്ഥലത്തും സർപ്പക്കാവുകളൊക്കെ നശിപ്പിച്ച് അതിന് പകരം അടുത്തുള്ള സർപ്പക്ഷേത്രങ്ങളിൽ അതിനെ ആവാഹിച്ച് കൊണ്ടുപോയി എന്തു ചെയ്യുന്നു? ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു, വീടുകൾ ഉണ്ടാക്കുന്നു. പക്ഷെ പലപ്പോഴും അസ്വസ്ഥത നമുക്കവിടെ ദർശിക്കുവാൻ കഴിയും. സർപ്പങ്ങൾ എത്രത്തോളം ആ സങ്കേതത്തിൽ നിന്ന് തുരത്തി ഓടിച്ചാലും അതിൻ്റെ ഒരു പ്രതിക്രിയയായി മാനസിക വിഭ്രാന്തി, സന്താനങ്ങൾക്ക് ദുരന്തങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അതിനാൽ പരമാവധി സർപ്പപ്രീതി ചെയ്യുക, സർപ്പങ്ങളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുക. അതിലൂടെ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശുഭ സമയവും ഞാൻ നൽകുന്നില്ല. കാരണം തിരുവാതിരയാണ്, ചൊവ്വാഴ്ചയാണ്, കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയുമാണ്. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും ഒരു മുഹൂർത്തവും നാളത്തെ ദിനത്തിനില്ല എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.